ഗായ്സ്, ഇന്ന് ഞാൻ രാധയാവാൻ പോവാ. ബാക്കി എന്നെ ചേച്ചി പറയും. അതെ ഗൈസ്, നമ്മുടെ തോജപ്പന്തി രാധയാക്കാൻ പോകുക കേട്ടോ കൃഷ്ണ ജയന്തിക്ക്. അപ്പോൾ എന്തായാലും ഞായറാഴ്ചയായിരുന്നു കൃഷ്ണ ജയന്തി കേട്ടോ. അപ്പോൾ ഇന്നായിരുന്നു എനിക്ക് വീഡിയോ ഒക്കെ ഇടാൻ പറ്റിയത്. എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണേ. അപ്പോൾ തോജപ്പനായിരുന്നു കേട്ടോ ആഗ്രഹം. എല്ലാവരും കൂട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് തോജപ്പനായിരുന്നു ആഗ്രഹം രാധയാകണമെന്ന് കേട്ടോ. അടുത്തുള്ള കുട്ടികൾക്ക് കൃഷ്ണനും രാധയൊക്കെ ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ ഒരുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ തോജപ്പൻ്റെ ഓണ സെലിബ്രേഷൻ്റെ പട്ടുപാവാടയാട്ടോ ഇടുന്നത്. അപ്പോൾ നമ്മുടെ തോജപ്പൻ്റെ കുഞ്ഞാമതി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഫൗണ്ടേഷനൊക്കെ വാരി പൊത്തുന്നുണ്ട് കേട്ടോ. തോജപ്പന് ഈ മേക്കപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൗണ്ടേഷനൊക്കെ പഴയതൊക്കെ ആട്ടോ. അപ്പം നന്നായിട്ട് ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ടുണ്ട്. അതായിട്ട് ഒരു പൊട്ടും കൂടി തൊട്ട് കൊടുത്തിട്ടുണ്ട്. ഗോപിയുടെ കല്ല് പൊട്ടാട്ടോ തൊട്ട് കൊടുത്തേക്കണത്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞാവിടെ ഇത്തിരി ബേബി പൗഡറൊക്കെ ഇട്ടിട്ടുണ്ട്. അതായിട്ട് മാച്ചായ വളയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓണ സെലിബ്രേഷന് മേടിച്ചായിരുന്നു കേട്ടോ. അപ്പം ആ മാച്ചായിട്ടുള്ള വളയൊക്കെ ഇട്ട് ഈ ഒരു കമ്മലായിട്ട് ഇത് ഇത്തിരി ഹെവി കമ്മലായിരുന്നു. തോജപ്പൻ്റെ അമ്മയുടെ കമ്മലായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് മുടിയാട്ടോ. മുടി നമ്മൾ ചടയൊക്കെ തീർത്തിട്ട് അപ്പുറത്തോട്ടും ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ പിരിച്ച് കെട്ടിയിട്ട് ഇങ്ങനെ പിന്നിയിടും. നമ്മുടെ വെപ്പുമുടി ഉണ്ട് കേട്ടോ. വെപ്പുമുടി തോജപ്പൻ ശബരിമലക്ക് പോയപ്പോൾ മേടിച്ചതാണ്. വെപ്പുമുടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തോജപ്പൻ്റെ മുടി ഇത്തിരി ഉള്ളല്ലോ. അപ്പോൾ തോജപ്പൻ്റെ മുടി ഇങ്ങനെ പിന്നിയിട്ടിട്ട് ആ വെപ്പുമുടിയിലേക്ക് കണക്റ്റ് എന്തോ ചെയ്തിട്ടാണ് പിന്നിയിട്ടത് കേട്ടോ. ഇതെല്ലാം തോജപ്പൻ്റെ അമ്മയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ തോജപ്പൻ്റെ കുഞ്ഞാവ എൻ്റെ ചേച്ചീനെ എന്നെ കാണിക്കണം എന്നൊരു മട്ടിലാട്ടോ തോജപ്പൻ്റെ കുഞ്ഞാവ നിൽക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് ഒരു ക്ലിപ്പും കൂടി കുത്തിയിട്ട് ശരിയാക്കിയിട്ടുണ്ട്. മുടിയൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഐ ഷാഡോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഐ ഷാഡോയും ബ്ലഷും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കണ്ണെഴുതാൻ നിൽക്കുക കേട്ടോ. കണ്ണൊക്കെ എഴുതാൻ തോജപ്പം നിന്ന് തരും കേട്ടോ. അതുകൊണ്ട് നല്ലത് കേട്ടോ. ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അത് ആകെ കൊള്ളാവും കേട്ടോ. പക്ഷേ ഇതൊക്കെ തോജപ്പൻ നിന്ന് വരും നല്ല മൂടാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല മൂടായിരുന്നു. കാരണം തോജപ്പൻ്റെ ആഗ്രഹമായിരുന്നു കേട്ടോ. അതുകൊണ്ട് എല്ലാത്തിനും നിന്ന് തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കളർ പൊട്ടൊക്കെ കൊണ്ട് പിരികത്തിൻ്റെ പൊക്കത്ത് ഇങ്ങനെ കുത്തൊക്കെ ഇട്ട് തന്നിട്ട് ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ മഞ്ഞ സാധനം എൻ്റെ കസിൻ്റെ ഹൽദിയുടെ സാധനമാട്ടോ. മഞ്ഞ ഒരു ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം തോജപ്പൻ്റെ അമ്മയുടെ കല്യാണത്തിൻ്റെ ആട്ടോ. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒരു ഷോൾ ഇട്ടു. പക്ഷെ അത് ഭയങ്കര ഹെവി ആയതുകൊണ്ട് ഈ ഒരു മഞ്ഞ ഷോൾ ഇട്ടു. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇതായിരുന്നു കേട്ടോ നമ്മുടെ തോജപ്പൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ആ മുടിയുടെ ഇവിടെ കുഞ്ചലവും കൂടി കുത്തിയപ്പം ശരിയായി കേട്ടോ. കുഞ്ചലം എൻ്റെ ചേച്ചിയുടെ ആയിരുന്നു. ചേച്ചിയുടെ ക്ലാസിക്കൽ ഡാൻസിൻ്റെയൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൈലാഞ്ചി ഇടുക കേട്ടോ. അപ്പോൾ കുഞ്ഞാവയുടെ ഇത്തിരി ഇതൊക്കെ പോകുന്നുണ്ട്. ക്ഷമയൊക്കെ നശിക്കുന്നുണ്ട് കേട്ടോ വിശക്കുന്ന കാരണം. അതായിട്ട് ഇത്തിരി ചിരിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ മൈലാഞ്ചി ഇടുക കേട്ടോ. തോജപ്പൻ്റെ അമ്മ ബിഗ് ബി മൈലാഞ്ചി ആയതുകൊണ്ട് കഴുകിയാലും പെട്ടെന്ന് കളർ വരുമല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ചായ തിളപ്പിച്ച് കുടിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇവിടുത്തെ പരിപാടി. ഇതൊക്കെയായിരുന്നു കേട്ടോ അവിടുത്തെ പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. രാത്രിയൊക്കെ ആയപ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു. കാരണം തോജപ്പൻ നടക്കുമോ ഇല്ലേ എന്നൊക്കെ ടെൻഷനുണ്ടായിരുന്നു. പക്ഷെ തോജപ്പൻ പകുതിക്ക് നടന്നു കേട്ടോ. തോജപ്പൻ നമ്മുടെ 5 മണിക്കായിരുന്നു ഘോഷയാത്ര. 7:30 സ്റ്റാൻഡിലെത്തിയപ്പോൾ വൈക്കത്തമ്പലത്തോട് ഇനി പോകണം. പക്ഷേ സ്റ്റാൻഡിലെത്തിയപ്പോൾ ഞാനും അടുത്ത് തോജപ്പനും അടുത്ത് എല്ലാവരും എടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി വീട്ടിലോട്ട് പോകാം, അമ്പലത്തിലോട്ട് കയറണ്ട, നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. കാരണം നല്ല രീതിക്ക് നമ്മൾ ടയേർഡായി. കാരണം നാളെ പഠിക്കാനും പോകണമല്ലോ. ശനിയാഴ്ചയല്ലേ ജയന്തി. അപ്പം തിങ്കളാഴ്ച പഠിക്കാനും പോകണം. അതാണ് കേട്ടോ നേരത്തെ പോയത്. അപ്പോൾ എല്ലാം ഞങ്ങൾ കണ്ടിട്ടാട്ടോ എല്ലാം കണ്ട് തീർന്നിട്ടാണ് പോയത്. പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം നല്ല മനോഹരമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ എല്ലാ രാധമാരും കൃഷ്ണന്മാരും ഒക്കെ ഡാൻസ് കളിച്ചിട്ടൊക്കെ ആയിരുന്നു പോയത് കേട്ടോ. അപ്പം നമ്മുടെ തോജപ്പൻ ഉണ്ട് കേട്ടോ അടുത്ത്. അപ്പോൾ പക്ഷെ ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ കുഞ്ഞാവേയും കാണാൻ വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ തോജപ്പൻ എന്തായാലും ടയേർഡായിട്ടോ. തോജപ്പൻ കടയിൽ കയറി വല്ല ബിസ്ക്കറ്റ് തിന്നാന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.